friends, welcome back to my channel. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഷോപ്പിങ്ങിനല്ല എന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഓൺലൈൻ ഷോപ്പിങ്ങിനൊക്കെ നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഈ മീഷോ എന്ന് പറയുന്നത്. അത് നമ്മൾ പല അഡ്വർടൈസ്മെൻറ്റിലെല്ലാം നമ്മൾ കാണാറുണ്ട്. ഇന്ത്യൻ മഹാമേള എന്നൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി ഓഫറൊക്കെ വന്നിട്ട് നമ്മൾ മീഷോ ആപ്പിനകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഞാൻ യൂസ് ചെയ്യാറുണ്ട് ഈ മീഷോ ആപ്പൊക്കെ. ഡ്രസ്സൊക്കെ വന്നിട്ട് മീഷോയിൽ നിന്നാണ് ഇപ്പോൾ ഒത്തിരി പേരൊക്കെ വന്നിട്ട് കൂടുതൽ പർച്ചേസ് ചെയ്യുന്നത്. കാരണം മീഷോയിലുള്ള ഡ്രസ്സൊക്കെ വന്നിട്ട് അതിൻ്റെ കൂടുതൽ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ പ്രൈസ് വന്നിട്ട് നല്ല രീതിക്ക് കുറവാണ്. നമ്മൾ മറ്റേ ആപ്സിനെയൊക്കെ അപേക്ഷിച്ചിട്ട് ഈ ഡ്രസ്സിൻ്റെയൊക്കെ പ്രൈസ് വന്നിട്ട് മാക്സിമം ഒക്കെ ഇവിടെ കുറവായതുകൊണ്ട് എല്ലാവരും മീഷോ ആപ്പ് കൂടുതൽ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ മീഷോ ആപ്പ് ഇതുവരെ യൂസ് ചെയ്യാത്ത ഒത്തിരി പേര് കാണും. അപ്പോൾ ഇപ്പോൾ യൂസ് ചെയ്യുന്നവർക്കായാലും ഇപ്പോൾ ഒക്കെ സ്റ്റാർട്ടിങ്ങിലൊക്കെ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് അതിൻ്റെ ഓർഡർ ചെയ്യേണ്ടതും പിന്നെ അതിൻ്റെ റിട്ടേണും പിന്നെ റീഫണ്ടിൻ്റെ കാര്യങ്ങളൊക്കെ അത്ര അറിയത്തില്ലായിരിക്കും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ അതിൻ്റെ ഒരു ട്യൂട്ടോറിയൽ പോലെ അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ ഈ വീഡിയോക്കകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ അതിന് മുമ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കണിലുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിനും നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിന് മുമ്പായിട്ട് ഇപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ മീഷോ ആപ്പ് എടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മീഷോ ആപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് വഴി നിങ്ങൾ മീഷോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ആദ്യം നിങ്ങൾ ചെയ്യുന്ന 2 ഓർഡറിന് വന്നിട്ട് 50% വരെ ഡിസ്കൗണ്ട് നിങ്ങൾക്ക് ആ ഫസ്റ്റ് 2 ഓർഡറിന് കിട്ടുന്നതായിരിക്കും. അല്ല ഇപ്പോൾ നേരത്തെ ഡൗൺലോഡ് ചെയ്തിട്ടുള്ളവരാണ്, ഇപ്പോൾ റെഫറൽ കോഡൊന്നും യൂസ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളവിടെ ഏറ്റവും താഴെ നോക്കുമ്പോഴത്തേക്ക് അവിടെ ഹോം എന്ന് പറഞ്ഞിട്ട് അല്ലാന്നുണ്ടെങ്കിൽ അങ്ങ് അറ്റത്തേക്ക് ഒരു ഓപ്ഷൻ കാണും. അപ്പോൾ നിങ്ങളവിടെ കുറേ ഓപ്ഷൻസിൽ റെഫറൽ കോഡ് എന്ന് പറഞ്ഞിട്ടൊരു കോഡ് നമുക്ക് അവിടെ കാണാൻ സാധിക്കും. അപ്പോൾ അതിൽ ഞാൻ താഴെ കൊടുത്തിട്ടുള്ള റെഫറൽ കോഡ് എന്ന് പറഞ്ഞിട്ടുള്ള ആ കോഡ് നിങ്ങൾ അവിടെ അടിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആദ്യത്തെ 2 ഓർഡർ നിങ്ങൾ ഏത് പ്രോഡക്റ്റ് ആയാലും ആദ്യത്തെ 2 ഓർഡറിന് നിങ്ങൾക്ക് 50% വരെ ഡിസ്കൗണ്ട് ലഭിക്കുന്നതായിരിക്കും. ഞാനിവിടെ മീഷോ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കുന്നത്. അതിന് നമുക്കിവിടെ താഴെ കുറേ ഓപ്ഷൻസൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിൽ അക്കൗണ്ട് എന്നുള്ളതിൽ നിങ്ങൾ പോവാം. അക്കൗണ്ട് എന്നുള്ളതിൽ പോകുമ്പോഴത്തേക്ക് ഇവിടെ ഏറ്റവും മുകളിലായിട്ട് സൈനപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ കാണുന്നുണ്ട്. അതിന് മുമ്പായിട്ട് ഇപ്പോൾ ഞാൻ പറഞ്ഞുതരാം. നിങ്ങളിപ്പോൾ പുതിയ യൂസർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞാൻ കൊടുത്തിരിക്കുന്ന ആ ലിങ്ക് വഴി ആണ് നിങ്ങൾ ഇത് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് 2 ഓർഡറിന് വന്നിട്ട് 50% വരെ ഡിസ്കൗണ്ട്, അതായത് 100 രൂപ വരെ നിങ്ങൾക്ക് കുറഞ്ഞായിരിക്കും ആ പ്രോഡക്റ്റ് നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ ആ ലിങ്ക് യൂസ് ചെയ്ത് മീഷോ ഡൗൺലോഡ് ചെയ്യുക. അല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നേരത്തെ മീഷോ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് പക്ഷേ റെഫറൽ കോഡൊന്നും കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ഭാഗത്തേക്കായിട്ട് പോകുമ്പോൾ ഇവിടെ നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള ഒരു റെഫറൽ കോഡെന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു കോഡ് കൊടുത്തിട്ടുണ്ട്, റെഫറൽ കോഡെന്ന് പറഞ്ഞിട്ട്. ആ കോഡ് നിങ്ങൾ അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ അടുത്ത് ചെയ്യുന്ന 2 ഓർഡറിന് വന്നിട്ട് 100 രൂപ വരെ കുറഞ്ഞ്, അതായത് 50% വരെ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇനി നമുക്ക് ഇവിടെ നോക്കാം. അപ്പോൾ ഇവിടെ ഫസ്റ്റ് നോക്കുമ്പോഴത്തേക്കും സൈനപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണുന്നുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് ഏത് മൊബൈൽ നമ്പറാണോ നമ്മൾ ഇതിൽ രജിസ്റ്റർ ചെയ്യാൻ പോകുന്നത് അത് നമുക്കൊന്ന് അടിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ എൻ്റെ നമ്പർ തന്നെയാണ് ഇവിടെ കൊടുക്കുന്നത്. എന്നിട്ട് കണ്ടിന്യൂ കൊടുത്തു വിടുക. വേറെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാം അനദർ നമ്പർ എന്ന് പറഞ്ഞിട്ട് ഒന്ന് കൊടുത്തു പോവാം. അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം നമുക്കിനി ഇവിടെ നമ്മുടെ ഡ്രസ്സിൻ്റെ കളക്ഷനിലോട്ട് നമുക്കിവിടെ വരാം. വരുമ്പോഴത്തേക്ക് ഇവിടെ ഒത്തിരി കളക്ഷൻസൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ നമുക്കിവിടെ കുർത്തീസ് എന്ന് പറഞ്ഞിട്ട് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. കുർത്തീസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇപ്പോൾ അതിനെ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒത്തിരി കളക്ഷൻസൊക്കെ വന്നിട്ടുണ്ട്. നമ്മൾ മാക്സിമം എപ്പോഴും ശ്രദ്ധിക്കുക, റിവ്യൂസൊക്കെ ഉള്ള ഡ്രസ്സൊക്കെ കൂടുതൽ പർച്ചേസ് ചെയ്യാൻ നോക്കുക. കാരണം റിവ്യൂസൊക്കെ ഇല്ലാത്ത ഡ്രസ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ സപ്ലൈസൊക്കെ ഡിഫറൻറ്റ് വരുന്ന സമയത്ത് എല്ലാ സപ്ലൈസും ഒരുപോലെ സെല് ചെയ്യണമെന്നില്ല. ചിലർ വന്നിട്ട് പറ്റിക്കാനിടയാകും. അതുകൊണ്ട് ഒരുപാട് റിവ്യൂസും കാര്യങ്ങളൊക്കെ ഉള്ളതാണെന്നുണ്ടെങ്കിൽ നമുക്കത് പെട്ടെന്ന് ചൂസ് ചെയ്യാനും നമുക്കൊരു വിശ്വസ്തയോടെ അത് വാങ്ങാനും സാധിക്കും. അപ്പോൾ ഇപ്പോൾ ഞാനിവിടെ ഒരു കുർത്തി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിവിടെ മുകളിലോട്ട് നോക്കുമ്പോഴത്തേക്കും
അതിൻ്റെ ഇവിടെ കളറൊക്കെ ഇപ്പം അതിന് വേണ്ടിയിട്ട് അടുത്തൊരു 4 കളർ അവൈലബിൾ ആണ്. അടുത്ത് എനിക്കിഷ്ടമുള്ളൊരു കളർ ഞാനിപ്പോൾ ഇവിടെ ചൂസ് ചെയ്തിട്ടുണ്ട്. ചൂസ് ചെയ്തതിന് ശേഷം എന്നാൽ ഇവിടെ സൈസൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ബാക്കി ഡീറ്റെയിൽസ് നോക്കാനായിട്ട് കുറച്ച് താഴെ വരിക. അപ്പോൾ നമുക്കതിൻ്റെ ഫാബ്രിക് ഏതാണെന്നും അടുത്ത് അതിൻ്റെ സൈസ് എങ്ങനത്തെയാണെന്നൊക്കെ ഉള്ളത് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് താഴെ നോക്കുമ്പോൾ നമുക്ക് റിവ്യൂസ്, ഇത് ഈ ഡ്രസ്സ് നേരത്തെ വാങ്ങിച്ചവരുടെ റിവ്യൂവും കാര്യങ്ങളും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അടുത്തിന് ഇങ്ങോട്ട് തന്നെ വരാം. വന്നിട്ട് ഇപ്പോൾ ഞാനിവിടെ എൻ്റെ അളവ് ചൂസ് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ ഞാൻ XL കൊടുത്തിട്ടുണ്ട്. കൊടുത്തതിന് ശേഷം നിങ്ങൾ ആഡ് ടു കർട്ട് എന്ന് പറഞ്ഞിട്ടുള്ളതിൽ കൊടുക്കുമ്പോൾ നമുക്കിവിടെ ക്വാണ്ടിറ്റി എത്ര വേണമെന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ചോദിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ 1 തന്നെയാണ് കൊടുക്കുന്നത്. കൊടുത്തിട്ട് കണ്ടിന്യൂ കൊടുത്തുവിടാം. അപ്പോൾ നമുക്ക് ഇങ്ങനെയായിരിക്കും ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇങ്ങനെ ഒരു പേജ് ഓപ്പൺ ആകും. പേജ് ഓപ്പൺ ആകുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ ഇവിടെ കൊടുത്തിട്ടുള്ള അഡ്രസ്സ് ആണെന്നുണ്ടെങ്കിൽ അതിൽ അവിടെ ഡയറക്റ്റായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അത് വേണ്ട, അല്ല നമുക്ക് ന്യൂ അഡ്രസ്സാണ് അവിടെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് ഇവിടെ പോവാം. ഇവിടെ പോയിട്ട് ആഡ് ന്യൂ അഡ്രസ്സ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ട് ഇവിടെ നെയിം കൊടുക്കുക. നെയിം കൊടുത്തതിന് ശേഷം ഇവിടെ ഫോൺ നമ്പർ, പിന്നെ ഇവിടെ ബിൽഡിംഗ് നെയിം ചോദിച്ചിട്ടുണ്ട്, പിന്നെ ഇവിടെ ഏരിയ നെയിം ചോദിച്ചിട്ടുണ്ട്, അടുത്ത് ഇവിടെ പിൻകോഡ് ചോദിച്ചിട്ടുണ്ട്, സിറ്റി, സ്റ്റേറ്റ്, അടുത്ത് നിയർ എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ വീടിന് അടുത്തുള്ള വല്ല ചർച്ചോ ടെമ്പിളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കൊടുക്കുക. കൊടുത്തിട്ട് ഇവിടെ സെയിം അഡ്രസ്സ് ആൻഡ് കണ്ടിന്യൂ എന്നുള്ളതിൽ കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ന്യൂ അഡ്രസ്സ് കൊടുക്കാതെ തന്നെ ഞാൻ നേരത്തെ കൊടുത്തിട്ടുള്ള ഒരു അഡ്രസ്സിൽ കണ്ടിന്യൂ കൊടുത്തങ്ങ് വിടുകയാണ്. അങ്ങനെ വിടുമ്പോഴത്തേക്ക് നമുക്ക് ഇങ്ങനൊരു പേജ് ഓപ്പണായി കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മുടെ 3ാമത്തെ പാർട്ടാണ്. അതായത് ഫസ്റ്റ് നമ്മൾ ആ ഡ്രസ്സിനെ ആഡ് ടു കാർട്ട് കൊടുത്തു, അടുത്ത അഡ്രസ്സ് എല്ലാം കൊടുത്തു. ഇനി പേയ്മെൻറ്റ് മോഡാണ്. ഇപ്പോൾ ഗൂഗിൾ പേ വഴി അല്ലെങ്കിൽ ഓൺലൈൻ പേയ്മെൻറ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഗൂഗിൾ പേ യൂസ് ചെയ്തിട്ട് ചെയ്യാവുന്നതാണ്. അല്ല ക്യാഷ് ഓൺ ഡെലിവറി ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതാ ഇവിടെ കൊടുക്കുക. കൊടുത്തതിന് ശേഷം നമ്മളിന്ന് ഇവിടെ 343 രൂപയാണ് ആ ഒരു പ്രോഡക്റ്റിൻ്റെ റേറ്റ്. അത് കൊടുക്കുക. കൊടുത്തതിന് ശേഷം ഇവിടെ കണ്ടിന്യൂ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇവിടെ നമുക്ക് ഡെലിവറി ചാർജ് 0 കൊടുത്തിട്ടുണ്ട്. വേറെ മറ്റ് ചാർജൊന്നും അവർ അഡീഷണലി ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് ഇവിടെ കണ്ടിന്യൂ കൊടുത്തു വിടുമ്പോഴത്തേക്ക് നമുക്ക് അടുത്ത് ഇങ്ങനെ ഒരു പേജ് ഓപ്പൺ ആവും. ഇങ്ങനെ ഒരു പേജ് ഓപ്പൺ ആകുമ്പോഴത്തേക്ക് നമുക്കിവിടെ എന്നാണ് നമ്മുടെ ആ പ്രോഡക്റ്റ് കയ്യിൽ കിട്ടുന്നു എന്നുള്ളതൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം പ്ലേസ് ഓർഡർ എന്ന് പറഞ്ഞിട്ടുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ പ്രോഡക്റ്റ് വന്നിട്ട് അവിടെ ഓർഡർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ട്രാക്ക് ഓർഡർ എന്ന് പറഞ്ഞിട്ടുള്ളതിൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇത് എവിടെയാണ് എത്തി എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ട്രാക്ക് ഓർഡർ എന്ന് പറഞ്ഞിട്ടുള്ളത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് അത് ഇപ്പോൾ എവിടെ എത്തി, പാക്കിംഗ് ആയോ ഷിപ്പിംഗ് ആയോ എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഇത് അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമ്മളിപ്പോൾ ഏതെങ്കിലുമൊക്കെ ഒരു പ്രോഡക്റ്റ് വാങ്ങിച്ചിട്ടാണ് നമുക്ക് ഇഷ്ടപ്പെടാൻ നമ്മൾ തിരിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ആ പൈസ നമുക്ക് തിരിച്ച് കിട്ടണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എങ്ങനെയാണ് നമുക്ക് റീഫണ്ട് കിട്ടുന്നതെന്നും, പിന്നെ ഇപ്പോൾ നമുക്ക് ഈ പ്രോഡക്റ്റ് ഞാനിപ്പോൾ ഒരു ഡ്രസ്സ് വാങ്ങിച്ചു, ആ ഡ്രസ്സിൻ്റെ കളർ വന്നിട്ട് ഞാനിപ്പോൾ റെഡ് ഓർഡർ ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയത് ബ്ലൂ വന്നെന്നുണ്ടെങ്കിൽ നമുക്കതൊന്ന് എക്സ്ചേഞ്ച് ചെയ്ത് കൊടുത്തിട്ട് മാറ്റി വാങ്ങാനും സാധിക്കും. അപ്പോൾ നമുക്ക് അത് എങ്ങനെ ചെയ്യാം എന്നുള്ളത് നോക്കാം. നമ്മളിവിടെ പ്രോഡക്റ്റിൻ്റെ ഹിസ്റ്ററിയിലോട്ട് പോകുമ്പോഴത്തേക്ക് റിട്ടേൺ ഓർ എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞിട്ട് 2 ഓപ്ഷൻ കാണാൻ സാധിക്കും. നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ ആ പ്രോഡക്റ്റിൻ്റെ ഒരു ഫോട്ടോയും പിന്നെ എന്ത് റീസൺ കൊണ്ടാണ് റീഫണ്ട് അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ആവശ്യപ്പെടുന്നതെന്നുള്ളതിന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് അവർക്ക് അപ്രൂവൽ അയച്ചു കൊടുത്താൽ 24 മണിക്കൂറിനകത്ത് നമ്മുടെ റിക്വസ്റ്റ് അവർ അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോയെ കുറിച്ചിട്ടുള്ള ഇനി എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് മുഖേന രേഖപ്പെടുത്താൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും റിപ്ലൈ തരുന്നതായിരിക്കും. എൻ്റെ ഇൻസ്റ്റയിൽ ഐഡി ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. ഇൻസ്റ്റയിലൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചോദിച്ചറിയാവുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെയും കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കണിലുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു.